ഹായ്. ഹലോ. അതെ, ഇന്നൊരു നിങ്ങളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കാനായിട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവളോട് പേഴ്സണലായിട്ടൊരു 5 ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അത് പേഴ്സണലല്ല, കുറച്ച് ആൾക്കാർ എന്നോട് ഇവളോട് നീ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. അതുപോലെ ഇവൾക്ക് സത്യമായിട്ടും അതുപോലെ ഇവൾക്ക് എന്നോടും 5 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൽ നുണ പറയാൻ പാടില്ല, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നിന്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നുണ ഒരിക്കലും പറയില്ല, സത്യം മാത്രമേ ഇവള് പറയുള്ളൂ കേട്ടാ. ഇവളെങ്ങാനും നുണ പറഞ്ഞ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാട്ടാ. നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 43 വയസ്സായി. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞേ. ഡേറ്റ് ഓഫ് ബർത്ത് എന്തിനാ? പറ. 20/8/83. അപ്പൊ ഇവളുടെ വയസ്സ് മനസ്സിലായി. ഇവിടെ അത്യാവശ്യം പ്രായമുണ്ട്. നിങ്ങൾ ഞാനുള്ള കുട്ടിയൊന്നുമല്ല. ചിലര് ചോദിക്കുക ഇവിടെ ഏത് കോളേജിലെ പഠിക്കണേ, എന്റെ അനിയത്തിയാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യമായിട്ട്. അപ്പൊ ഇവളുടെ വയസ്സ് 43 കേട്ടാ. ഇനി ഞാൻ നിന്റെ അടുത്ത് ചോദിക്കണതില്ല, നിന്റെ ഇത്രയും 43 വർഷത്തിന്റെ ഇടയിൽ നിന്റെ മനസ്സില് നിനക്ക് തട്ടിയിട്ടുള്ള ഒരു വ്യക്തി അതാരാ? മനസ്സിൽ തട്ടിട്ടെന്ന് വെച്ചാല് ഞാൻ നിനക്ക് എല്ലാം കൊണ്ടും ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരു വ്യക്തി. എനിക്ക് എന്റെ മമ്മിയാണ്. മമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും മമ്മിയോട് മമ്മി ചെയ്യുന്നതും മമ്മിയുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് അത് റോൾ മോഡൽ ആക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെതായ കുറേ തീരുമാനങ്ങളുണ്ട്. ഞാൻ വേറൊരാളേനെ അങ്ങനെ നോക്കി കണ്ട് എൻ്റെ ലൈഫ് അതുപോലെ പോകണമെന്ന് ഞാൻ ചിന്തിക്കില്ല. എനിക്ക് ഒരു കണ്ണുണ്ട്, ആ കണ്ണിൽ കൂടെ മാത്രമേ ഞാൻ യാത്ര ചെയ്യുള്ളൂ. അതിൽ കൂടി മൂന്നാമതൊരാൾ എന്നോട്, രണ്ടാമതോ മൂന്നാമതോ ഒരാൾ എന്നോട് ഇതിങ്ങനെയല്ലേ അത് അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല ആ കാര്യം. ഞാൻ എന്താണോ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ കാര്യം മാത്രമേ നടക്കൂ. രണ്ടാമതാള് പറഞ്ഞ കാര്യം നടത്തില്ല. അപ്പൊ നിനക്ക് റോൾ മോഡൽ തോന്നിയിരുന്നു എന്റെ അമ്മ. അമ്മ കുറച്ച് കേട്ടോ, കുറച്ച്. പിന്നെ ഞാൻ വേണമെന്ന് ഇല്ല, നിന്നെ ഞാൻ റോൾ മോഡൽ ആക്കില്ല. ഞാൻ ഭയങ്കര ചതിയെത്തിയ. അതെ, ഇടയ്ക്ക് ഇവള് ചതിക്കും ചെയ്യൂ, ഇടയ്ക്ക് നമ്മളെ കുത്തും ചെയ്യൂള്. അതുകൊണ്ട് നമ്മള് പെണ്ണല്ല വർഗ, നമുക്ക് നമ്മുടെ സ്വഭാവം മറക്കാണ്ടിരിക്കാൻ. എന്റെ ക്യാരക്ടർ അനുസരിച്ചിട്ടേ ഞാൻ ആരെയും കണ്ണടച്ച് വിശ്വസിക്കില്ല. കണ്ണടച്ച് വിശ്വസിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലേനെ പോലും ഞാൻ വിശ്വസിക്കില്ല. കാരണം ആ ഒരു ഇല പോലും നമ്മളെ എപ്പോഴാ ചതിക്കാന്ന് പറയാൻ പറ്റില്ല. അത് കാരണം ഞാൻ അതിന് നിന്ന് കൊടുക്കാറില്ല. എൻ്റെതായ രീതികളിൽ ഞാൻ മുന്നോട്ട് പോകും. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് എപ്പോഴും സക്സസ് ആവാറുണ്ട്. ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് എവിടെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന സ്ഥലം എവിടെയാണ്? നമുക്കൊരു സ്ഥലം ഉണ്ടാവില്ലേ, ഇപ്പൊ വേറെ അങ്ങനെ സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം. നിങ്ങൾക്ക് ടെൻഷനൊക്കെ വരുമ്പോ എവിടേക്ക് പോവാനാണ്, എങ്ങനെ ചെയ്യാനാണ് നിന്റെ ഒരു ടെൻഷൻ റിലീഫ് ചെയ്യാൻ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് ടെൻഷൻ റിലീഫ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക്. ടെൻഷൻ ഉണ്ട്, ടെൻഷൻ ഇല്ലാണ്ട് ആരും ഉണ്ടാവില്ലല്ലോ. ടെൻഷൻ ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ തനിച്ചിരിക്കണത് എനിക്കിഷ്ടം. തനിച്ചിരുന്നിട്ട് എന്നോട് ചില ഫ്രണ്ട്സ് എന്നോട് പറയും, ചില തിക്കായിട്ട് ഇങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴും ഞാനത് തനിച്ച് സോൾവ് ചെയ്യാൻ നോക്കുക. നീ ഒരാളോട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അത് വേറെ രീതിയിൽ സോൾവ് ആക്കാൻ പറ്റുമായിരുന്നു എന്ന് എന്നോട് പറയും. ഭയങ്കര ബുദ്ധിപരമായ ആൾക്കാർ കേട്ടാ. ഞാൻ പെട്ടിട്ടില്ല. ഇല്ല ഇല്ല, ഇവളായിട്ട് ഞാൻ അത്രയും കട്ടി കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. കട്ടി എൻ്റെ ലൈഫിൽ അത്ര ആണിയില്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അത്ര വലിയ മനക്കെട്ടൊന്നുമില്ല. ഈ ശരീരം ഉണ്ടെന്നുള്ളൂ. അതെ, ഞാൻ ഇവളോട് പോലും 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോ മേ ബി പറഞ്ഞിട്ടുണ്ടാവുക. ആണോ? അതെ. അപ്പൊ അപ്പോഴും എന്നോട് ഭയങ്കര ബുദ്ധിപരമായ ആൾക്കാർ എന്നോട് പറയും, നീ ഇതൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ കാര്യം തീരും എന്ന് പറയും. പക്ഷെ എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവര് ചിലപ്പോ നേരെ ഓപ്പോസിറ്റ് കാര്യമായിരിക്കും പറയാ. എൻ്റെ ആ കാര്യം തീരാൻ വേണ്ടി ഇരിക്കുന്ന ടൈം പോലും അവര് രണ്ടാമതൊരാളും കൂടി പറയുമ്പോ ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ സ്പ്രെഡായി പോവും. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച റൂട്ട് റെഡി ആവില്ല എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ട് ഞാൻ എന്നിലേക്ക് തന്നെ ഞാൻ ചുരുങ്ങും. ഞാൻ ആരോടൊന്നും പറയില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിനക്ക് നിന്റെ വീട്ടിൽ, അതായത് നിന്റെ ഹസ്ബൻഡ്, നിന്റെ 3 മക്കള്, നീ അങ്ങനെ അടങ്ങണ ആ ഒരു ഫാമിലിയില് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തി? വ്യക്തിയെ പറയാൻ പാടുള്ളൂ. അയ്യോ,
ഞാനിപ്പോ ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞാൽ മക്കള് പറയും മമ്മീ എന്ന് വിളിക്കും. ഇപ്പൊ മൂത്ത മോന്റെ പേര് പറഞ്ഞാൽ പറയും എന്നാക്കും. അങ്ങനെ അതൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എനിക്കത് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. പറഞ്ഞോ. അയ്യോ അതിത്തിരി ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത് നല്ല ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. വീട്ടില് ഭർത്താവുണ്ട്, 3 മക്കളുണ്ടായില്ല, ആരിനാണ് ഏറ്റവും കൂടുതൽ അത് ഉണ്ടല്ലോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അത് കുടുംബകലഹമൊന്നും ഉണ്ടാവില്ല. പക്ഷെ മക്കളുടെ പേരെ പറയണമെങ്കിൽ ബാക്കിയുള്ള 2 പേര് എന്ത് പറയും? അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പേര് പറയാണ് മക്കളുടെ പേരോൾ പറയുകയാണെങ്കിൽ ഹസ്ബൻഡ്. അതൊരു ടെൻഷൻ ഇല്ല, മുട്ടില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടവും പിന്നെ ഏറ്റവും എന്താ പറയാ ഇപ്പത്തെ ഒരു ഏജ് വെച്ചിട്ട് ഇഷ്ടവും എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും ഒപ്പം എൻ്റെ കൈ പിടിച്ചിട്ട് എൻ്റെ ബാക്കിൽ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഒപ്പം നിൽക്കുന്ന ആൾ എൻ്റെ മൂത്ത മോനാ. അപ്പൊ എനിക്ക് മൂത്ത മോനോടായിരിക്കാം ഒരു ഇത്തിരി കൂടുതൽ സ്നേഹമാണ് ഇപ്പത്തെ ഏജ് വെച്ചിട്ടാണ് കേട്ടോ പറയണത്. പിന്നെ ഇഷ്ടമുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാവരെയും ഇഷ്ടമാണ്, ഈക്വലി എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മൂത്ത മോനോട് എനിക്കൊരു പ്രത്യേക അതെനിക്ക് അറിയില്ല പറയാൻ. അവൻ എൻ്റെ ഡാഡിയാണോ തോന്നും, പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ടാണോ തോന്നും, പിന്നെ അത് അയ്യോ എനിക്ക് സങ്കടം വരുന്നു. ആണോ? അപ്പൊ ശരി. അപ്പൊ ഞാൻ അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടാ. ഞാൻ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ, നിനക്ക് കുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്തൊരു ഡിഷ് ഏതാ? ഓൾമോസ്റ്റ് എല്ലാ കറികളും വെക്കാൻ എനിക്ക് ഇഷ്ടമാണ്. കാണുമ്പോ ഇല്ല എല്ലാ ഡിഷും നിനക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണോ? ഒരു വിധം എനിക്ക് ഈ നാട്ടിലെ മീനുകളില്ലേ, നാട്ടിലെ മീന് ഇഷ്ടല്ല. നാട്ടുമീനില്ലേ അങ്ങനത്തെ കഴിക്കാനും ഇഷ്ടമില്ല. അത് ക്ലീൻ ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ്. എന്നിരുന്നാൽ കൂടി ഞാൻ ചെയ്യും. ഇഷ്ടല്ല എന്നല്ല ഞാൻ പറയണത്. അപ്പൊ ഇന്നത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ചോദ്യം നിങ്ങള് നാളെ ഇനി ചോദ്യം ആവർത്തിക്കാതെ ഇതിന്റെ ബാക്കി ഇവൾക്ക് എന്നോട് കുറച്ച് 5 ക്വസ്റ്റ്യൻ, ഇവൾക്ക് എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷെ അതിൽ ഒരു 5 ക്വസ്റ്റ്യൻ ഇവൾക്ക് എന്നോട് ചോദിക്കാനുണ്ട്. ആ ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.